ഹായ് ഓൾ ഓഫ് യു, വെൽക്കം ടു മൈ ചാനൽ. ഞാനിത് റെസിപ്പിക്ക് മുമ്പായി ഒരു കാലിഗ്രാഫി ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ അനിയത്തി ജുസൈന വരച്ചതാണ്. അതിപ്പോൾ 10th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എല്ലാവരും ഇതൊന്ന് നോക്കി അഭിപ്രായം പറയണം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കട്ട്ലറ്റ് ആണ്. അതിനായി ആദ്യം ഒരു പാത്രം ഗ്യാസിൽ വെക്കുക. അതിലേക്ക് ഒരു 2-3-4 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് സവാള കുറച്ച് കൂടുതലാണ് വേണ്ടത്, കട്ട്ലറ്റ് അല്ലേ, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 4 ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വഴറ്റണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ജ്യൂസിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമുള്ളത് മസാലപ്പൊടികളാണ്. 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് എരിവിൻ്റെ ആളായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ലാസ്റ്റ് ബീഫ് ഇട്ട് കൊടുത്ത ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേവിച്ച് വെച്ച ബീഫാണ്, അതൊന്ന് ജ്യൂസിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ അളവ് ഒരു ബൗളുണ്ടാവും. ഇതിൽ കൂടുതലിട്ടാൽ ടേസ്റ്റ് കൂടും. ബീഫ് എത്രയാണ് ഇടുന്നത് അത്രയും ടേസ്റ്റ് കൂടുതലാണ്. ഇനി ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് പൊട്ടാറ്റോ നന്നായി വേവിച്ചെടുത്തതാണ്. അതൊന്ന് കലങ്ങിപ്പോകുന്ന ആ ഒരു വിധത്തിൽ വേവിച്ചെടുക്കണ്ട, അതിന് മുമ്പ് തന്നെ അതൊന്ന് എടുക്കണം. കൂടുതൽ ഇങ്ങനെ കലങ്ങിപ്പോകുന്ന ഓവർ വെന്ത് കഴിഞ്ഞാൽ പിന്നെ അത് കട്ട്ലറ്റിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇനി വേണ്ടത് മൈദ കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തതാണ്, ലൂസായി കലക്കിയെടുത്തതാണ്. ഇത് മുട്ടയ്ക്ക് പകരമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇത്രയും ലൂസായിരിക്കണം, തിക്ക് വേണ്ട. എന്നിട്ട് ഈ മസാലയിൽ നിന്ന് വലിയൊരു ബോൾസ് ആക്കിയെടുത്ത് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഷേപ്പ് ചെയ്തെടുക്കണം. കട്ട്ലറ്റിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എല്ലാവരും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മൊത്തം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ എങ്ങനെയാണ് ഡിപ്പ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിനൊന്ന് ഈ കട്ട്ലറ്റ് ഒരെണ്ണം എടുത്ത് ഈ മൈദയുടെ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഞാൻ കലക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടുകൊടുത്ത് മൊത്തം ഒന്ന് അത് കോട്ട് ചെയ്ത് നമുക്ക് അതും അങ്ങനെ മാറ്റി വെക്കാം. ഞാനിപ്പോൾ 2 എണ്ണം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസ് മൊത്തം കോട്ട് ചെയ്യാണ്. വലിയ പാത്രമാണെങ്കിൽ 2-3 ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ അതൊന്ന് മാറ്റി വെക്കാം. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ബാക്കി മൊത്തം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും കട്ട്ലറ്റ് എനിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടായ ഓയിൽ ഇതൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതിനെ ഇട്ട് കൊടുക്കുന്നു. ഇതിട്ട ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് സ്പൂണൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല, അത് പൊടിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ഓയിലിൽ നിന്ന് അതൊക്കെ ഒന്ന് വിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇതിനെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചും അത് പെട്ടെന്ന് അടിയൊക്കെ അത് കറുത്ത് വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചിട്ടെടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി കട്ട്ലറ്റ് ആണ്. ബീഫ് കട്ട്ലറ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.